ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ തീർത്തു കളയണമെന്ന വാശിയോടെ പാഞ്ഞു വന്ന ട്രംപ് ദാ ഇപ്പോൾ ഇറങ്ങി ഓടുകയാണ്. ഇറാൻ്റെ തന്ത്രങ്ങൾ ഓരോന്നും അതിശക്തമായ പ്രഹരമായി മാറിയപ്പോൾ ആ വേദനയിൽ പുളഞ്ഞ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടി ഒടുവിൽ തളർന്നു വീഴുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. ഞാൻ അല്പം ആലങ്കാരികമായാണ് തുടങ്ങുന്നത് എങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും, ബോധമുള്ളവർക്ക് ഇക്കാര്യം വ്യക്തമായി മനസ്സിൽ കാണാൻ സാധിക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയാണ്. പാകിസ്ഥാനിലേക്ക് വേണമെങ്കിൽ താൻ നേരിട്ട് പോകാമെന്ന് പോലും ട്രംപ് പറഞ്ഞതായി റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലും ആ വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ആരോടാണ് ട്രംപ് ചർച്ച ചെയ്യാൻ പോകുന്നത്? ഏതാണ്ട് 56 ദിവസം മുമ്പ് തകർത്ത് കളയും, ഇല്ലാതാക്കും, റെജിം ചേഞ്ച് നടത്തുമെന്ന് പറഞ്ഞ അതേ ഇസ്ലാമിക ഭരണകൂടത്തിന് മുന്നിലേക്കാണ് ചർച്ച നടത്താൻ ട്രംപ് അങ്ങോട്ട് പോകുന്നത്. ആലോചിച്ച് നോക്കൂ, എപ്പടി ഇരുന്നവൻ ഇപ്പടി ആയിട്ടെ എന്നൊരു പ്രയോഗമുണ്ട് തമിഴിൽ. അതായത് എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു, ഇപ്പോൾ ഒരു അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ച് താടിക്ക് കൈയും കൊടുത്ത് നമ്മളിങ്ങനെ ദയനീയമായി പരിഹാസ രൂപേണ നോക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം വിലയിരുത്താൻ കഴിയും. കാരണം 56 ദിവസം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ട്രംപിൻ്റെ സ്വന്തം ബിബി, അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ട് നമുക്ക് ഇറാനെ അങ്ങ് തീർത്ത് കളയാം എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചവർ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, ഇറാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ തന്നെയാണ് ഇപ്പോഴും. റെജിം ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയുടെ ആത്യന്തികമായ 2 ലക്ഷ്യങ്ങൾ: ഒന്ന്, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാൻ ഉപയോഗിക്കാൻ പാടില്ല, ആണവ പരീക്ഷണം ഉണ്ടാകാൻ പാടില്ല, ഇറാൻ്റെ ആയുധശേഖരം മുഴുവൻ ഇല്ലാതാക്കണം, അതായത് അത് ഇനി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇനി പ്രയോഗിക്കുകയോ ചെയ്യരുത്. ഏറ്റവും പരമപ്രധാനമായ ആവശ്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ അന്ന് അത് ഇറാൻ്റെ റെജിം ചേഞ്ച് ആയിരുന്നു, ഭരണമാറ്റം. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിന്ന് ഇറാനെ മോചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വിധത്തിലേക്കുള്ള ഒരു പുതിയ ഭരണക്രമം അവിടെ വരുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യ പ്രതീക്ഷ, അല്ലെങ്കിൽ ആദ്യ വെല്ലുവിളി, ആദ്യ പ്രസംഗം, അല്ലെങ്കിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അത് കണ്ടിട്ട് ഇവിടെയുള്ള കുറേ ആളുകൾ കിടന്ന് തിളച്ചു മറിഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അടിമത്തത്തിനെതിരെ ട്രംപച്ചായൻ ഇറങ്ങി, മക്കളെ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറേ യൂട്യൂബർമാർ ഇവിടെ കുറേ വീഡിയോകൾ പടച്ചുവിട്ടു. അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആളുകൾ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇറാൻ വിഷയത്തെ കൈകാര്യം ചെയ്തത്. പക്ഷെ നമ്മൾ ആദ്യം മുതലേ എടുക്കുന്നൊരു നിലപാടുണ്ട്. ദ ജേർണലിസ്റ്റിൽ യദു നാരായണൻ എന്ന മാധ്യമപ്രവർത്തകനായ ഞാൻ എടുത്തിട്ടുള്ള കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്. നിങ്ങൾ ആ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തുടക്കം മുതലേ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യമായാലും ഈ യുദ്ധത്തിൻ്റെ കാര്യമായാലും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലെ വാർത്തകൾ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് വെറുതെ നമ്മളൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇറാനൊപ്പം നിൽക്കേണ്ടത്. എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? അതാണ് ഈ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന കാര്യം. അത് പല കാര്യങ്ങൾ അതിൽ അടിസ്ഥാനപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യങ്ങളും അവരുടെ തീരുമാനമെടുക്കുന്നത്. ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പരമാധികാരത്തിന് നേരെ ഉണ്ടായ ഒരു അറ്റാക്കാണ്. ആ ഇറാൻ്റെ പരമാധികാരത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ആ രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങളിൽ അമേരിക്ക ഒരു പാശ്ചാത്യ ശക്തി ഇടപെടുമ്പോൾ, ആ രാജ്യത്തിൻ്റെ ഭരണകൂടം മാറണമെന്ന് ഒരു പാശ്ചാത്യ ശക്തി ഉത്തരവിടുമ്പോൾ അതൊന്നും അംഗീകരിക്കേണ്ട ബാധ്യത ഒരു രാജ്യത്തിനുമില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന 49 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണെന്നേ. അതിനെതിരെ ആ രാജ്യത്ത് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് എല്ലാ രാജ്യത്തും ആ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറി യുദ്ധം നടത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ അന്തസ്സിനെയും ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെയും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ഹനിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന കാര്യം ഇവിടെ അമേരിക്ക ഓർത്തു. പക്ഷേ അത് തമസ്കരിച്ചു. അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്ക 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ആ വെടിനിർത്തൽ ഇന്ന് തീരുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം അനുസരിച്ച് ആ വെടിനിർത്തൽ തീർന്നിരിക്കുന്നു. അന്താരാഷ്ട്ര സമയക്രമം അനുസരിച്ച്, അല്ലെങ്കിൽ ഇറാൻ്റെയോ അമേരിക്കയുടെയൊക്കെ സമയം അനുസരിച്ച് ഇന്ന് വൈകിട്ടോടെയായിരിക്കും അത് തീരുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് വെടിനിർത്തൽ കരാർ തീരേണ്ടതാണ്. അതിനുശേഷം അമേരിക്കയുടെ മുൻ പ്രഖ്യാപനം അനുസരിച്ചാണെങ്കിൽ, ട്രംപിൻ്റെ പഴയ വിരട്ട് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് ഇറാൻ കത്തേണ്ട സമയമാണ്.
ഇറാനിലേക്ക് ശക്തമായ കടന്നാക്രമണങ്ങൾ ഉണ്ടാകണം, ഇറാൻ തകരണം, ഇറാൻ ഭരണകൂടവുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കണം. കാരണം അങ്ങനെയാണ് അദ്ദേഹം തള്ളിമറിച്ച് വെച്ചിരുന്നത്. ഇനി ഇറാൻ ഈ 10 ദിവസത്തെ വെടിനിർത്തലിനുള്ളിൽ ഇറാൻ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഏറ്റവും മോശമായത് സംഭവിക്കും, ഇറാൻ നരകതുല്യമാകും, ഇറാനെ തകർക്കും, ഇറാനെ വരുതിയിൽ കൊണ്ടുവരും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പൊടുന്നനെ ട്രംപ് നിന്ന നിപ്പിൽ ട്വിസ്റ്റ് അടിച്ചിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഞാൻ പാകിസ്ഥാൻ വരെ പോയി ഇറാനുമായി ചർച്ച നടത്താമെന്ന് വരെ ട്രംപ് പറയുകയാണ്. പക്ഷേ ഇറാൻ്റെ നിലപാട് നോക്കുക, ഇറാൻ ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാൻ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ യുദ്ധം തുടങ്ങിയാൽ അതൊരു മേഖലാ യുദ്ധമായി മാറും എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് ഞങ്ങളുടെ അധീനതയിലേക്ക് വരും എന്ന നിലയിലേക്ക് അന്ന് ഇറാൻ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് ഇടപെടലുകൾ നടത്തി. ഹോർമുസിൽ ഒരു ഇടപെടലും, അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഹോർമുസിൽ ചിതറിക്കിടക്കുന്ന 200-ലധികം വരുന്ന കപ്പലുകൾ, എണ്ണ ടാങ്കറുകളെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു നീക്കവും വിജയകരമായി അമേരിക്കയ്ക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലെ കടന്നു പോന്നിട്ടുള്ള കപ്പലുകളൊക്കെ ഇറാൻ്റെ അനുമതി കൊണ്ട് അല്ലെങ്കിൽ ഇറാൻ്റെ അനുവാദം വാങ്ങിച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക അന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പടക്കപ്പലുകളൊക്കെ വരുന്നു, നിങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കാം, നിങ്ങൾ വരൂ ഹോർമുസിലൂടെ എന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് വെല്ലുവിളിച്ചിരുന്നു, ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അന്ന് അത് വിശ്വസിച്ച് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞതിന് പിന്നാലെ, അങ്ങനെ പറയാം, അമേരിക്ക പറഞ്ഞതിന് പിന്നാലെ ആ ഹോർമുസ് കടലിടുക്കിലൂടെ വന്ന 4 കപ്പലുകളാണ് ഒറ്റയടിക്ക് കത്തിപ്പോയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ലോകത്തിന് മനസ്സിലായി ട്രംപിൻ്റെ തള്ളനുസരിച്ചൊന്നും ഹോർമുസിൽ ഒരു കളിയും നടക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പോൾ എന്താണ് ട്രംപ് പറയുന്നത്? ഹോർമുസിലൂടെ ഇറാൻ്റെ കപ്പലുകളൊന്നും കടത്തിവിടില്ല, അല്ലെങ്കിൽ ഇറാൻ്റെ കപ്പലുകൾക്ക് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്ന്. അതോടുകൂടി ഇറാൻ പറഞ്ഞു ഇനി ചർച്ചകൾക്ക് സാധ്യതയില്ല, ഹോർമുസ് ഞങ്ങളുടെ കയ്യിലിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ട്രംപിന് അടുത്ത വെള്ളിടി വെട്ടിയത്. ട്രംപ് വിചാരിച്ചത് ഇറാൻ ഞങ്ങളുടെ ഉപരോധം നീക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ കാലിൽ വീഴുമെന്നായിരുന്നു. പക്ഷേ ട്രംപ് ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം, 49 വർഷമായി ഉപരോധങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും പാരമ്പര്യമുള്ളൊരു രാജ്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. അതായത് ആ രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടായ കാലം മുതൽ തന്നെ പാശ്ചാത്യ ശക്തികൾ ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇറാനിൽ ഈ അടുത്ത കാലത്തുണ്ടായ ആഭ്യന്തര പ്രതിസന്ധി, അവിടുത്തെ ഊർജ്ജ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇറാൻ്റെ കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് ആ ഭരണകൂടത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അമേരിക്ക ഉൾപ്പെടെ നടത്തിയ ഉപരോധങ്ങളുടെ തുടർച്ചയാണെന്നേ. ഇറാൻ കറൻസിക്ക് വിലയിടിയുന്നത്, ഇറാനിൽ നിന്നുള്ള എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാൻ, വ്യാപാരം നടത്താൻ വേണ്ട വിധത്തിൽ കഴിയാത്തത്, ഇറാന് വിദേശ പണം കിട്ടാത്തത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയാത്തത്, അങ്ങനെയുള്ള ഒരുപാട് ഇറാൻ്റെ വ്യാപാര മേഖല മാന്ദ്യത്തിലേക്ക് പോയതടക്കം പല കാര്യങ്ങളും ഇറാന് മേലെ തുടർച്ചയായി നടത്തിയ ഉപരോധങ്ങളുടെ ഫലമാണ്. പക്ഷെ അതിനെയൊക്കെ ഇത്രയും വർഷമായി പ്രതിരോധിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് ഇറാനുള്ളത്. അവിടുത്തെ ആയത്തുള്ള അലി ഖാംനെയി ഭരണകൂടം ഇല്ലാതായപ്പോഴും അതിനെയും ഇറാൻ അതിജീവിച്ചു. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ വധിച്ചിട്ടും, അതോടൊപ്പം ഒരുപാട് ഉന്നതരെ വധിച്ചിട്ടും ആ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. റെജിം ചേഞ്ചിലേക്ക് പോകുന്നില്ല ഇപ്പോൾ അമേരിക്ക. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ആ ഹോർമുസിലെ പ്രശ്നമൊന്ന് തീർക്കണം എന്നതിലേക്ക് ആ യുദ്ധ ലക്ഷ്യങ്ങൾ ചുരുങ്ങുകയാണ്. അവിടെയാണ് ഇറാൻ്റെ യുദ്ധതന്ത്രം വിജയിക്കുന്നു, ട്രംപിൻ്റെ കഥ കഴിയുന്നു എന്ന് പറയുന്നത്. കഥ കഴിയുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നല്ല അർത്ഥം. ആ ട്രംപിൻ്റെ ഉണ്ടാക്കി വെച്ചൊരു വലിയ കഥയുണ്ടല്ലോ, ട്രംപ് വലിയ സംഭവമാണ്, ഞാൻ വിചാരിച്ചാലിവിടെ പലതും നടക്കും, ഇറാൻ എൻ്റെ കാൽക്കൽ വീഴും, ഞാൻ തന്നെ വിജയിക്കും, ഞങ്ങൾക്ക് വഴിപ്പെട്ട് ഇറാൻ വരും, ഇറാനിൽ ഭരണം മാറും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ ട്രംപ് ഉണ്ടാക്കിയിരുന്നു. അത് മുഴുവൻ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന് മനസ്സിലാവുന്നുണ്ട് ട്രംപ് വിചാരിച്ചാൽ കാര്യമായൊന്നും ഇറാനിൽ നടക്കാൻ കഴിയില്ല എന്ന്. ഇന്ന് മാത്രമല്ല, ഇന്ന് അമേരിക്ക പറഞ്ഞൊരു കാരണം, അതാണ് ഇതിൽ ഏറ്റവും രസം, പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾ യുദ്ധം നിർത്തിയത്. അങ്ങനെ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം അഭ്യർത്ഥിച്ചാൽ യുദ്ധം നിർത്തുന്ന പാരമ്പര്യമുള്ള രാജ്യമാണ് അമേരിക്ക. ഇസ്രായേൽ ഹമാസ് യുദ്ധ വിഷയത്തിലടക്കം ലോകം മുഴുവൻ പറഞ്ഞതാണ് അത് അവസാനിപ്പിക്കണം, അമേരിക്ക ഇസ്രായേലിന് പിന്തുണ കൊടുക്കരുതെന്ന്. അമേരിക്ക കേട്ടോ? ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനോട് എത്ര തവണ യുദ്ധം നിർത്താൻ പറയുമ്പോഴും അമേരിക്കയാണ് പിന്തുണച്ചിരുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യമാണെങ്കിലും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയോട് പറഞ്ഞതാണ് യുദ്ധത്തിലേക്ക് പോകരുത്, എന്നിട്ട് അമേരിക്ക കേട്ടോ? അപ്പോൾ മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന പാരമ്പര്യമുള്ള രാജ്യമൊന്നുമല്ല അമേരിക്ക. പക്ഷേ ഇവിടെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിയിട്ട് പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന മട്ടിലേക്ക് സ്വയം എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ട്രംപ് ശ്രമിച്ചത്. പക്ഷേ അതൊക്കെ അടപടലം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട്
200 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ പേർഷ്യൻ തുറമുഖത്ത് നിന്ന് മാറിയിരിക്കുന്നു. അതായത് ഹോർമുസിൽ നിന്നല്ല, പേർഷ്യൻ സമുദ്രതീരത്ത് നിന്ന് തന്നെ ഒരുപാട് അകലേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ പിൻവലിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് കാരണം? ഇറാൻ്റെ ചെറിയ സബ്മറൈനുകൾ, ഇറാൻ്റെ അവർ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വലിയ പ്രഹരശേഷി ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പല വിധത്തിലുള്ള ബോട്ടുകൾ, ഇതൊക്കെ അമേരിക്കൻ കപ്പലുകൾ തകർക്കാൻ സന്നദ്ധരാകുന്നു. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആദ്യം തകർക്കപ്പെടുന്നത് അമേരിക്കയുടെ കപ്പലുകളാണ് എന്ന ഇൻഫർമേഷൻ അമേരിക്കയ്ക്ക് വരുന്നു. പതുക്കെ ഈ കപ്പലുകൾ പിടിച്ചുകൊണ്ട് പോകുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലെ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക്, താഡ്, ആരോ ഒക്കെ ഉൾപ്പെടുന്ന അവരുടെ ഒരു വലിയ ശ്രേണിയുണ്ട്. അതിനൊക്കെ വലിയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ആയുധങ്ങൾ കുറയുന്നു, അതുപോലെ തന്നെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തീവ്രത കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു പോയാൽ അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ കൂടും, പ്രതിരോധിക്കാനുള്ള അവസരം കുറയുകയും അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ കാഠിന്യം കുറയുകയും, എന്നാൽ അതേസമയം ആഘാതങ്ങൾ കൂടുകയും ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അമേരിക്ക തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ആഴ്ച വെടിനിർത്തൽ എന്ന് അമേരിക്ക പറയുന്നത്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തി ഞങ്ങൾ ഇപ്പോൾ തുടരുന്ന ഉപരോധം പിൻവലിക്കാം, ഇനി നിങ്ങൾക്ക് ഭാവിയിൽ ഉപരോധം ഉണ്ടാകില്ല എന്നതടക്കമുള്ള എന്തെങ്കിലും പുതിയ ചില കരാർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാനെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു സിഗ്നൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ച് അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക, ആണവ ബോംബ് നിർമ്മിക്കില്ല അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് ഇറാനിൽ നിന്ന് എഴുതി വാങ്ങുക, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് തുടരുക എന്നതിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷെ അവിടെയും അമേരിക്കയെ കാത്തിരിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അത് ഇസ്രായേലിൻ്റെ നിലപാടാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്ത് തന്നെയായാലും ഞങ്ങൾ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇറാനും തമ്മിലൊരു വെടിനിർത്തലുണ്ടാക്കി അമേരിക്ക ഏതെങ്കിലും തരത്തിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ തുടങ്ങിയാൽ ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിച്ച് വീണ്ടും സ്ഥിതിഗതികൾ ഗുരുതരമാക്കുമോ എന്നുള്ള ഒരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റിന്റെ കഥ കഴിഞ്ഞു എന്ന നിലയിലേക്ക് ഞാൻ പറയാനുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ചൂണ്ടിക്കാണിക്കാം. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ട വില ഇറാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. അതായത് ട്രംപ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ലോക നേതാവ്, ലോകശക്തി, ലോക പോലീസ് തലവൻ എന്ന നിലയിലൊക്കെയുള്ള ആ ഒരു അഹങ്കാരത്തിന് ഉതകുന്ന വിധത്തിൽ ഇറാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഇറാന് വേണ്ടി ചർച്ചയ്ക്ക് പോകുന്ന അവരുടെ മജ്ലിസ് സ്പീക്കറാണ്. മജ്ലിസ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മുടെയൊക്കെ ഒരു പാർലമെന്റ് സ്പീക്കർ എന്നൊക്കെ പറയുന്ന ഓം ബിർളയുടെയൊക്കെ പദവിയിലുള്ള ഒരു വ്യക്തി. ആ പദവി കുറവാണെന്നല്ല പറയുന്നത്, പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളല്ല പോകേണ്ടത്. നയതന്ത്രപരമായിട്ട് വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ മേഖലയിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെയാണ് പോകേണ്ടത്. അമേരിക്ക അവരുടെ JD വാൻസ് എന്ന് പറയുന്നവരുടെ വൈസ് പ്രസിഡന്റിനെയാണ് ചർച്ചയ്ക്ക് നിയോഗിക്കുന്നത്. അപ്പോൾ അവിടേക്ക് താരതമ്യേന നയതന്ത്രപരമായ പദവികൾ കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ, ആ പദവിയിലിരിക്കുന്ന ആളെ ഇറാൻ അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അമേരിക്ക പരിപൂർണമായി പിന്മാറാതെ, ഞങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കാതെ, ഇറാൻ ഇപ്പോഴും നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല, അവർ ശക്തമായി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ആ നിലപാടുകൾ അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരു കാരണവശാലും ഇനി അമേരിക്കയുമായി വലിയ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾക്ക് പോകണ്ട. അമേരിക്ക ഉപരോധം പിന്മാറുക തന്നെ ചെയ്യും, അവരെ അതിലേക്ക് നമ്മൾ എത്തിക്കും എന്ന ഒരു ഒറ്റ നിലപാടിലേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഈ പ്രശ്നം തുടരുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് മേൽ, ട്രംപിന് മേൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നേ. ഇപ്പോൾ യുദ്ധം ചെയ്ത് ആയുധങ്ങളുടെ ശേഷി കുറഞ്ഞു. പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ട്രംപ് മത്സരിക്കുന്ന സമയത്ത് ട്രംപ് ഉയർത്തിക്കാണിച്ചു കഴിഞ്ഞ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് യുക്രൈനെ സഹായിച്ചും ഇസ്രായേലിനെ സഹായിച്ചും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ കാരണം ഇവരെയൊക്കെ സഹായിച്ച് ഇവർക്കൊക്കെ ആയുധങ്ങൾ കൊടുത്ത് അമേരിക്കയുടെ ആഭ്യന്തര പ്രതിരോധത്തിനുള്ള ആയുധങ്ങൾ കുറഞ്ഞിരിക്കുന്നു, അമേരിക്ക വലിയ സുരക്ഷാ ഭീഷണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ട്രംപാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ തനി സ്വഭാവം എടുത്ത് പുറത്തിട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ട്രംപിൻ്റെ ഇരട്ടത്താപ്പും ഈ പറയുന്ന വാദഗതികളിലെ മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറച്ചിലും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമൊക്കെ ഇപ്പോൾ വലിയ തോതിൽ അമേരിക്ക ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിലൊക്കെ ട്രംപ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ ജനതയുടെ വലിയ വെറുപ്പും എതിർപ്പും അപ്രീതിയും ഒക്കെ ട്രംപ് ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് വളഞ്ഞിട്ട് അവസാനിപ്പിക്കുക എന്ന ഒരൊറ്റ നിലപാടിലേക്ക് ട്രംപ് എത്തുമ്പോൾ പഴയ വീരവാദങ്ങളെല്ലാം ആവിയായി, ട്രംപ് പറഞ്ഞ കഥകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഫിനിഷ്ഡ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന് മുന്നിൽ ഇനി വലിയ ദുർഘടം പിടിച്ച അവസ്ഥകൾ തന്നെയാണുള്ളത്, ഒരു സംശയവും വേണ്ട. ഇറാന് അന്തിമ വിജയം നേടാൻ കഴിയും, അല്ലെങ്കിൽ ഇറാൻ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഹോർമുസിലെ ആധികാരികമായ ഹോർമുസിൻ്റെ അവകാശം ഉൾപ്പെടെ
സമ്പൂർണമായ ഉപരോധങ്ങൾ നീക്കൽ ഉൾപ്പെടെ ഇനി ഭാവിയിൽ വികസിക്കാനുള്ള പല ഇറാൻ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അതിൽ വലിയ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.